ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു സ്വസ്തി. ഇതൊരു റാൻഡം വ്ലോഗാണ് ഫോർ എ റാൻഡം ഡേ ഇൻ അവർ ലൈഫ്. ബാംഗ്ലൂരിലെ ചുറ്റിക്കളികളായി കഴിയുന്ന അക്ഷയ് കുറേ നാളുകൾക്ക് ശേഷം നാട്ടിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട്. എന്നാൽ പിന്നെ അവനെ കൈയോടെ പൊക്കി പുറത്തു പോയി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. പറഞ്ഞിരുന്ന സമയത്തെക്കാളും ഇച്ചിരി ലേറ്റായാണ് ഞങ്ങൾ എത്തിയത്. അതുകൊണ്ട് തന്നെ സ്വിച്ച് ഓൺ ചെയ്ത റേഡിയോ പോലെയായിരുന്നു അക്ഷയ്. നോൺ സ്റ്റോപ്പ് പരാതി പറച്ചിലായിരുന്നു. പിന്നെ തെറ്റിയങ്ങളുടെ ഭാഗത്തായതുകൊണ്ട് തിരിച്ചൊന്നും പറയാനും പറ്റില്ല. അതുകൊണ്ട് മിണ്ടാതെ കേട്ടു നിന്നു. എൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ രാവിലെ നമ്മൾ കണ്ണൂർ പോകും. കണ്ണൂർ പോയി കണ്ണൂരിലെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യില്ലായിരുന്നു എൻ്റെ ആദ്യത്തെ ഐഡിയ. കല്ലുമ്മക്കായ് ബിരിയാണി പിന്നെ കോക്ടെയില് ഇങ്ങനത്തെ എല്ലാം കഴിക്കണം തന്നെ. ആ പ്ലാൻ ഇവർ മാറ്റിയിട്ട് തലശ്ശേരിയാക്കി. ഇല്ല 11:30 11:30 പറഞ്ഞിട്ട് ഞാൻ 12 മണിയാകുമ്പോൾ ഇവിടെ അങ്ങോട്ട് വിളിച്ചു. എന്നിട്ട് ഇനി എത്ര മണിക്ക് ഇപ്പൊ വന്നേ? ഞാൻ പെട്രോൾ അടിച്ചു കൊടുക്കുന്ന പറഞ്ഞേ. ഇനി ഞാൻ അടിച്ചു കൊടുക്കും. മൂന്നുപേരും 10 അഭിപ്രായം ആയതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഇത്താത്താസ് കിച്ചണിൽ പോയി കഴിക്കാം എന്നൊരു തീരുമാനത്തിലെത്താൻ പറ്റി. ഇത്താത്താസ് കിച്ചൺ പുറമേ കാണുന്നത് പോലെ തന്നെ നല്ല ആംബിയൻസ് ഉള്ള ഹോട്ടലാണ്. മാത്രമല്ല തലശ്ശേരിയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ സ്പോട്ടുകളും ഇതിൻ്റെ ചുമരുകളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. എന്താണെന്നറിയില്ല, അത് കാണുമ്പോൾ ഒരു പ്രത്യേക സുഖമായിരുന്നു. തലശ്ശേരിക്കാരെ കണ്ടാൽ തലയെടുപ്പുള്ളൊരാൾക്കാരല്ലേ, കൂടെ നിന്നാൽ അലുവ പോലുള്ള മുള്ളൂര. കൂലങ്കഷമായ ചർച്ചകൾക്കൊടുവിൽ 2 ലഗൂൺ ബിരിയാണിയും ആസ് യൂഷ്വൽ നിവേദിതയ്ക്ക് ഫ്രൈഡ് റൈസും ഡ്രാഗൺ ചിക്കനും ഓർഡർ ചെയ്തു. നല്ല പോകുമ്പോ എടുത്തോ കേട്ടാ. ഡ്രാഗൺ ചിക്കൻ ഫ്രൈഡ് റൈസ് മാത്രം തിന്നാൻ ചങ്ങ. അതെ അതെ, ഞാൻ തിന്നല്ല, ഓള് തിന്നെടുക്ക്. എനിക്ക് തിന്നുന്ന വീഡിയോ എടുക്കുന്ന ഇഷ്ടമല്ല. അത്ര മോശമായി തന്നിരുന്ന പുതിയ സബ്സ്ക്രൈബർ നിങ്ങൾക്ക് ഞാൻ ഒരു പുതിയ സബ്സ്ക്രൈബറിനെയും കൂടി സെറ്റ് ചെയ്തിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. കണ്ടാ അനുശ്രീനെ കണ്ടാ? അനുശ്രീ ഇങ്ങനെയാ? ഇതിനു വേണ്ടിയാ ഞാൻ കൂടെ വന്നത്. കണ്ണേട്ടം വാങ്ങി തരുമ്പോഴേ ഇതിനൊരു സ്വാദുള്ളൂ. ചെറിയ ചെറിയ വികൃതികളൊക്കെ കാണിക്കുന്നത് എന്തിനാന്നറിയോ? തല്ലാനാണെങ്കിലും കണ്ണേട്ടനൊന്ന് എന്റെ അടുത്ത് വരുമല്ലോ. ദേഷ്യപ്പെട്ടിട്ടാണെങ്കിലും എന്റെ അടുത്ത് 2 വാക്ക് മിണ്ടുമല്ലോ. സന്തോഷായി. മയ്യഴിപ്പുഴയുടെ മറുകര തെരഞ്ഞിനി ചെറിയൊരു യാത്ര പോയിടാം. പോരിസക്കിസകള് പറയണ കടലല തഴുകണ നാട്ടിലെത്തിടാം. സർക്കസിനാരവമുയർന്നൊരു കരയിതിലൂടെ കീഞ്ഞു പാഞ്ഞിടാം. പുത്തനായി ഇറങ്ങണ മോടിയിൽ അടിമുടി ഒരുങ്ങണ. ഇതാണ് വിശ്വവിഖ്യാതമായ തലശ്ശേരി കോട്ട. ഇവിടെ കുരുമുളക് കച്ചവടത്തിനെന്ന ബ്രിട്ടീഷുകാർ കച്ചവടം വളർന്നപ്പം അവരുടെ സാധനങ്ങൾ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു പാണ്ഡികശാലയാണ് ആദ്യം ഇവിടെ ഉണ്ടാക്കിയത്. പക്ഷേ അതിവിടുത്തെ ചില നാട്ടുപ്രമുഖന്മാർക്ക് ഇഷ്ടമായില്ല. അങ്ങനെ കുറുങ്ങോട്ട് നായരുടെ നേതൃത്വത്തിൽ ഒരു പട ഈ പാണ്ഡികശാലയെ അങ്ങ് ആക്രമിച്ചു. കണക്കായി പോയി. അങ്ങോട്ട് കയറി ചൊറിഞ്ഞാൽ തിരിച്ച് മാന്തന പ്രകൃതമാണ് അവരുടേത്. അതുകൊണ്ട് ഈ പാണ്ഡികശാല നിന്നെടുത്ത് ഒരു സേഫ്റ്റിക്ക് ഒരു കോട്ട തന്നെ അങ്ങ് അവർ പണിഞ്ഞു. അങ്ങനെ വിരിഞ്ഞ നയനവിസ്മയമാണ് ഈ കോട്ട. കോട്ടയിലെത്തിയപ്പം നല്ല സ്പോട്ടുകളും ഉണ്ട്. പോരാത്തതിന് പ്രൊഫഷണൽ ക്യാമറാമാനും കൂടെയുണ്ട്. അപ്പോൾ പിന്നെ എന്താ, ഒരു ഡാൻസ് റീലങ്ങ് എടുത്തു. റീലെടുത്ത് കഴിഞ്ഞപ്പോഴേക്കും അക്ഷയ്ക്ക് അരിക്കിടക്ക കഴിക്കാനൊരു മോഹം. കഴിച്ച ഫുഡ് ദഹിച്ചിട്ട് പോലും ഇല്ലല്ലോ എന്നായിരിക്കില്ലേ നിങ്ങളുടെ സംശയം.
ഒന്നുമില്ലെങ്കിലും ഞങ്ങൾ 2 ഡാൻസ് കളിച്ചു എന്നെങ്കിലും പറയാം. പക്ഷേ അക്ഷയ്ക്ക് ഫുഡെന്ന് കേട്ടാലേ പ്രാന്താണ്. അങ്ങനെ കോട്ടയിൽ നിന്ന് നേരെ ഞങ്ങൾ തലശ്ശേരി കടൽപ്പാലത്തിലേക്ക് പോയി. അവിടെ നിന്ന് ചൂട് അരിക്കെടുക്കുകയും ചായയും കുടിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോന്നു.